അഴീക്കോട് ആനിവയൽ കുളത്തിൽ യുവാവ് മുങ്ങി മരിച്ചു. മാട്ടൂൽ സ്വദേശിയായ ഇസ്മയിലാണ് മരിച്ചത്. ഫയർഫോഴ്സ് നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇന്ന് രാവിലെയായിരുന്നു അപകടം. കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ല. മനോജ് മേൽ ചേരുകയാണ് വിവരങ്ങളുമായി. മനോജ്, എങ്ങനെയായിരുന്നു ഈ അപകടം? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കൃഷ്ണേന്ദു, ഇന്ന് രാവിലെയാണ് അഴീക്കോട് ആനിവയൽ കുളത്തിൽ ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. യുവാവ് മുങ്ങിമരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മാട്ടൂൽ ആറുതെങ്ങ് സ്വദേശി ഇസ്മയിലാണ് മരിച്ചത്. 21-കാരനായ ഇസ്മയിൽ സഹോദരനും മറ്റ് 2 കൂട്ടുകാർക്കുമൊപ്പമാണ് ആനിവയൽ കുളത്തിൽ നീന്താനായി എത്തിയത്. നല്ല ആഴവും നീളവുമുള്ള കുളമാണിത്. അവധി ദിവസങ്ങളിൽ നാടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായി നിരവധി പേർ ഇവിടെ നീന്താനായി എത്താറുമുണ്ട്. ഈ കുളത്തിൻ്റെ ഒരു കരയിൽ നിന്ന് നീന്തി മറുകരയിലേക്ക് പോയി തിരിച്ച് വരുമ്പോഴാണ് ഇസ്മയിൽ മുങ്ങിയത് എന്നാണ് ഒപ്പമുണ്ടായിരുന്നവർ വ്യക്തമാക്കിയത്. അവർ ഉടൻ തന്നെ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇസ്മയിലിന്റെ സഹോദരനും ഒപ്പമുണ്ടായിരുന്നു. വളപട്ടണം പോലീസും ഫയർഫോഴ്സും സ്ഥലത്ത് ഉടൻ തന്നെ എത്തി തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഉച്ചയോടെ തലശ്ശേരിയിൽ നിന്നും സ്കൂബ ഡൈവേഴ്സ് എത്തി പരിശോധിച്ചപ്പോഴാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്. വളപട്ടണം പോലീസ് ഇൻക്വസ്റ്റ് നടത്തിയ മൃതദേഹം കണ്ണൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകും എന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും കനത്ത മഴയാണ്, റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച സാഹചര്യമാണ്. അപ്പോൾ എല്ലായിടങ്ങളിലും കനത്ത ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള അപകടങ്ങളും മരണങ്ങളുമൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ എല്ലാവരും ജാഗ്രത പുലർത്തണം എന്ന മുന്നറിയിപ്പ് ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കുന്നുണ്ട്. കടലിലും മറ്റും പോകുന്നത്, കുളിക്കാനും മറ്റും പോകുന്നത് കർശനമായും നിരോധിച്ചിട്ടുണ്ട്. തീര പ്രദേശങ്ങളിൽ ജാഗ്രതാ മുന്നറിയിപ്പുണ്ട്. തിരമാല ശക്തമായി തന്നെ അടിക്കാനുള്ള സാധ്യതയുണ്ട്. കാറ്റിൻ്റെ മുന്നറിയിപ്പുണ്ട്. അങ്ങനെ എല്ലാ മേഖലയിലും മുന്നറിയിപ്പ് നൽകിയ ഒരു സാഹചര്യം കൂടിയാണ്. റെഡ് അലേർട്ട് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ജാഗ്രത പുലർത്തണം ഈ ഘട്ടത്തിൽ എന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത്. കൃഷ്ണേന്ദു.